ഹായ്, പേരെന്തുവാണ്? സജിമോൻ. എന്ത് ചെയ്യുന്നു സജി? ഞാനൊരു ലാബിൽ വർക്ക് ചെയ്യുന്നു. സ്ഥലം എവിടെയാ? എന്റെ വീട് ആലപ്പുഴ ജില്ലയിൽ. ഫോർ വീലറിന്റെ ലൈസൻസ് എടുത്തിട്ട് എത്ര വർഷമായി? ഒരു 5 വർഷത്തിൽ കൂടുതലായി. 5 വർഷത്തിൽ കൂടുതലായി. ഇപ്പൊ ഇവിടെ വന്ന് ക്ലാസ് എടുത്തിട്ട് എങ്ങനെയുണ്ട് സജി? എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. എനിക്ക് അറിയാൻ മേലാത്ത ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇപ്പൊ വാഹനം ഒറ്റക്ക് ഓടിക്കാന്നുള്ളൊരു വിശ്വാസം ഉണ്ടോ? ഞാൻ അതിന്റെ ശ്രമത്തിലാണ്. ആണ്. ഇപ്പൊ ആശാൻ ഇല്ലാതെയാണ് ഓടിക്കാനായിട്ട് പോണോ? ഞാനിപ്പോൾ ആശാൻ ഇല്ലാതെ ഓടിച്ചു നോക്കാൻ പോവുകയാണ്. ആത്മവിശ്വാസം ഉണ്ട് ഓടിക്കാന്നുള്ള. ഇനി വണ്ടി മുന്നോട്ട് എടുക്കാനായിട്ട് പോവാ. ആദ്യം നമ്മൾ വണ്ടി മുന്നോട്ട് എടുക്കാനായിട്ട് പോകുമ്പോൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? വലത്തെ മിറർ നോക്കിക്കൊണ്ട് വലത്തോട്ട് ഇൻഡിക്കേറ്റർ ഇട്ടുണ്ട്. എന്തിനാ നമ്മൾ റൈറ്റ് ഇൻഡിക്കേറ്റർ ഇടുന്നത്? എന്തിനു വേണ്ടിയാ? നമ്മൾ വണ്ടി മുന്നോട്ട് എടുക്കുന്നതും പുറകിൽ നിന്ന് വരുന്ന ആൾക്ക് മനസ്സിലാകും, വാഹനത്തിന്റെ ഡ്രൈവറിന് മനസ്സിലാകാനായിട്ട് അല്ല. അപ്പൊ ഒരു പണി ചെയ്യാം, നമുക്ക് മുന്നോട്ട് എടുക്കാം. ഇനി എന്താ മുന്നോട്ട് എടുക്കാനായിട്ട് ആദ്യം എന്തുവാ നമ്മൾ ചെയ്യേണ്ടത്? ഞാൻ ക്ലച്ച് ചവിട്ടുന്നു. ക്ലച്ച് ചവിട്ടിക്ക് ഞാൻ ക്ലച്ച് ചവിട്ടി. അതിന് വലത്തോട്ടുള്ള ഇൻഡിക്കേറ്റർ ഇടുന്നു. ഇൻഡിക്കേറ്റർ ഇട്ടു. ഫസ്റ്റ് ഗിയർ ഇട്ടു. ഇനി ഒരു കാര്യം കൂടെ ചോദിച്ചിട്ടാ, ഇപ്പൊ നമ്മളിപ്പോ ഫസ്റ്റ് ഗിയർ ഇട്ടില്ല, ഇതിനു മുമ്പ് ഗിയർ ഇട്ടോണ്ടിരുന്ന എങ്ങനെയായിരുന്നാ സജി? അല്ല, അങ്ങനെയല്ല. ഞാൻ ബലം പിടിച്ചോണ്ടായിരുന്നിട്ടുണ്ടിരുന്ന അല്ല. ഇപ്പൊ എങ്ങനെയുണ്ട്? ഫ്രീ ആയിട്ടാണ് ഇടുന്ന? ഓക്കെ അല്ല. ക്ലച്ച് ചവിട്ടി ഫസ്റ്റ് ഗിയർ ഇട്ടു. ഇനി നമ്മൾ എന്തായിരിക്കും ചെയ്യേണ്ടത്? റൈറ്റ് സൈഡിലെ മിറർ നോക്കുക. അതിനുശേഷം ചെറുതായിട്ട് ക്ലച്ച് റിലീസ് ചെയ്തുകൊണ്ട് വണ്ടി മുന്നോട്ട് എടുക്കുക. എടുത്തു വന്നെങ്കിൽ പേടിയുണ്ടോ? ഇല്ല, നോക്കാം. ആദ്യമായിട്ടാണ് ഡ്രൈവർ സീറ്റിൽ ഒറ്റയ്ക്ക് ഇരുന്ന് വണ്ടി ഓടിക്കുന്നത്. മറ്റേത് ആരെങ്കിലും എല്ലാം കൂടെ കാണുമായിരുന്നല്ല? കൂടെ ഉണ്ടാവും അല്ല. ഇപ്പൊ ഇവിടെ റൈഹാനിൽ വന്നിട്ടുള്ള എക്സ്പീരിയൻസ് എന്തുവാ? നല്ല എക്സ്പീരിയൻസ് ആണ്. ഞാൻ രാവിലെ 10:15 കയറിയതാണ്. ഇപ്പം ഇത്രയും നേരം കൊണ്ട് ഞാൻ ഒരുമാതിരി വണ്ടിയുടെ പേടി, ചെറിയ പേടി ഉണ്ടായിരുന്നു, അത് മാറി കിട്ടാൻ തുടങ്ങി. ഇപ്പൊ നമ്മള് ഫസ്റ്റ് ഗിയറിന്റെ വേഗത കഴിഞ്ഞു. ഇനി എന്താ ചെയ്യേണ്ടത്? സെക്കൻഡ് ഗിയർ ഇട്ടു. സെക്കൻഡ് ഗിയർ ഇട്ടല്ല. സെക്കൻഡ് ഗിയർ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ എന്തുവാ നമ്മൾ ചെയ്യേണ്ട? ക്ലച്ച് റിലീസ് ചെയ്യുക. ചെറുതായിട്ട് ആക്സിലേറ്റർ കൊടുക്കുക. ചെറുതായിട്ട് ആക്സിലേറ്റർ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ആക്സിലേറ്റർ ചവിട്ടി വെച്ചിരിക്കുവല്ലേ? അല്ലല്ല, റിലീസ് ആയിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. ശരിക്കും ആശാൻ ഇല്ല കൂടെ? ഇല്ല, ആശാൻ പുറകിലാണല്ല. ഇനി എന്ത് ചെയ്യണം സജി? നേരത്തെ തേർഡ് ഗിയർ ഇടുമ്പോ എന്തായിരുന്നു പ്രശ്നം? തടസ്സം വന്നിട്ട് ഏത് ഗിയറിലോട്ട് പോവായിരുന്നു? അതെന്തായിരുന്നു കാരണം? എന്തായിരുന്നു? ഫസ്റ്റിലോട്ട് പോവുക. അപ്പൊ അല്ല, ബലം പിടിച്ചോണ്ട് ചെയ്യുമായിരുന്നു അല്ല. ഈ ബലം പിടിക്കാതെ ഇപ്പൊ എങ്ങനെയാണ് ആശാൻ എങ്ങനെ തിയറി ആയിട്ട് തന്ന ക്ലാസ്? അപ്പൊ വരച്ച് തിയറി ആയിട്ട് എടുത്ത് തന്നല്ല. അപ്പൊ ഒന്നും കൂടെ മനസ്സിലായില്ല. ഓക്കെ. ഇപ്പൊ തേർഡ് ഗിയർ ഇട്ടിരിക്കുവാണ്. ഇനി നമുക്ക് സ്പീഡ് കൊടുത്ത് മുന്നോട്ട് പോകണം. അത് കഴിഞ്ഞ് ഏത് ഗിയർ ഇടണം നമ്മള്? നേരെ തന്നെ പോട്ടെ, നേരെ തന്നെ. നീ ഏത് ഗിയർ ഇടാൻ നമ്മൾ ഇടാനായിട്ട് പോണത്? ആക്സിലേറ്ററിൽ പൂർണ്ണമായിട്ടും കാല് മാറ്റി ഇട്ടാ. സംസാരത്തിൽ ചെറിയൊരു ടെൻഷൻ പോലെ ഉണ്ടല്ലോ സജി. മാറുമല്ല, സ്വയമേ തന്നെ മാറ്റണം അതല്ല. ഏത് വണ്ടി എടുത്ത് സജി? സാൻഡ്രോ ആണല്ല. സാൻഡ്രോ എടുത്താൽ തന്നെയാണ് സജി ഇവിടുന്ന് ക്ലാസ് കഴിഞ്ഞിട്ട് വണ്ടി കിട്ടുമ്പോ എന്നെ ഒന്ന് വിളിക്കണം. വിളിച്ച് ഞാൻ ഒരു ദിവസമെങ്കിലും പ്രാക്ടീസ് തന്നിട്ട് എടുക്കാവുള്ളൂ. അല്ലാതെ ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരു ഡ്രൈവറിനെ കയറ്റി ഇരുത്തിയാൽ എന്താ പ്രശ്നം എന്ന് അറിയാമോ? അയാൾ ഓടിക്കുന്ന രീതിയിൽ ഓടിക്കാൻ പറയും, സജിക്ക് പറ്റത്തില്ല. നമ്മൾ അതിന്റെ താളത്തിന് കറക്റ്റ് ചെയ്ത് തരും കേട്ടോ, എന്നിട്ടേ ഓടിക്കാവുള്ളൂ. ശരിക്കും ഇപ്പൊ ഒരു കോൺഫിഡൻസ് ആയില്ലേ വണ്ടി ഓടിക്കാന്നുള്ള? ആയിട്ടുണ്ട്. ഇനി 50% കൂടെ വേണോ ഇനിയും? ഓക്കെയാണ്. നമുക്കൊന്ന് ലെഫ്റ്റ് സൈഡ് ഇൻഡിക്കേറ്റർ ഇട്ട് ഒതുക്കിയിട്ട് ഒന്നും കൂടെ നമുക്ക് ഫസ്റ്റ് ഗിയറിലിട്ട് എടുത്താലോ? ഓക്കെ അല്ല? ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് വണ്ടി അത്രയും പോകണ്ട. ഇങ്ങനെ പവറിൽ ബ്രേക്ക് ചവിട്ടണ്ട. അങ്ങനെ ചെയ്യരുത്. പതുക്കെ ബ്രേക്ക് ചവിട്ടുമ്പോ പുറകെ ഇരിക്കുന്ന ആളെ അറിയരുത്. ഇപ്പൊ നമ്മളൊരു ടാക്സി വാഹനമാണ് ഓടിക്കുന്നെങ്കിൽ കസ്റ്റമറിന് ബുദ്ധിമുട്ടാവും, പുറകെ ഇരിക്കുന്ന ആൾക്ക് അതൊരു ബുദ്ധിമുട്ടാവും. അപ്പൊ നമ്മൾ ഒരിക്കലും അത്രയും പവറിൽ ബ്രേക്ക് ചവിട്ടുന്ന അറിയരുത്, കൊണ്ടുപോയി നിർത്തുന്നത്. അത്രയും സോഫ്റ്റ് ആയിട്ട് ബ്രേക്കിൽ കാല് വരാള്. അപ്പൊ എനിക്ക് തോന്നുന്നു ഒറ്റക്കും കൂടെ ആയപ്പോ ഒരു ടെൻഷനും കൂടെ ആയെന്ന് തോന്നുന്നു, അതുകൊണ്ടായിരിക്കാം. അപ്പൊ മുന്നോട്ട് എടുക്കാം. അപ്പൊ ഇനി എന്ത് ചെയ്യണം? ഇനി എന്ത് ചെയ്യണം? ആയിട്ടോ നമ്മള് ഇൻഡിക്കേറ്റർ ഇട്ട് കാണിക്കുന്നു, പുറകിൽ നിന്ന് വാഹനം നമ്മൾ റൈറ്റിൽ എടുക്കാൻ പോയി കാണിക്കാൻ. ഓക്കെ.
നമ്മൾ ഗ്ലാസ് നോക്കുന്നു. ഓക്കെ. ചെറുതായിട്ട് ക്ലച്ച് റിലീസ് ചെയ്ത് വണ്ടി മുന്നോട്ട് എടുക്കുന്നു. എടുത്തോ. നേരത്തെ വണ്ടി എടുക്കുമ്പോ ഓഫായി പോകുമായിരുന്നു തോന്നല്ല. ഏകദേശം ഓഫാകുന്ന മെത്തേഡ് ഇപ്പൊ ഇല്ല. വരുന്നുണ്ട്. ഇനി നമ്മളെ ഇൻഡിക്കേറ്റർ ഓഫ് ചെയ്യണോ? ഓഫ് ചെയ്തോ. ഇനി എന്താ ചെയ്യേണ്ടത്? ഇട്ടു. സെക്കൻഡ് ഇടുമ്പോ ക്ലച്ച് ചവിട്ടി നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റ് ആണ് തിരിയേണ്ടത്. അപ്പൊ വണ്ടിയുടെ വേഗത സജിയുടെ കൺട്രോളിൽ വരണം. കൺട്രോൾ എന്ന് പറഞ്ഞാൽ ബ്രേക്കിൽ കാല് വെച്ച് പോകുന്ന ആള്. നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റ് ആണ് തിരിയേണ്ടത് കേട്ടോ. ബ്രേക്കിൽ കാല് വെക്കണം, ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇടണം, ക്ലച്ചിന്റെ പെഡലിൽ കാല് വെക്കണം, ഹോൺ അടിക്കണം. വളഞ്ഞ് വണ്ടി നേരെ വന്നതിന് ശേഷം ബ്രേക്കിന്ന് കാല് മാറ്റാള്. അതുവരെ ബ്രേക്കിന്റെ പെഡലിൽ വെറുതെ കാല് വെച്ചണം മതി. എന്നിട്ട് ഇതിനെ കുറേച്ച നോക്കി ചവിട്ടി പിടിക്കരുത്. ചെറിയ ടെൻഷനായി തോന്നുന്നു അല്ല? ഓക്കെ. ടെൻഷൻ ഒന്നും ഓടിക്കണ്ട, നമ്മളിവിടെ കൊണ്ട്. നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റ് ആണ് കയറേണ്ടത്. ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇടുക. ഇവിടെ നിർത്തിയിട്ട് പതുക്കെ കയറിയാൽ മതി മോനെ. ക്ലച്ച് ഫുള്ളി ഓട്ടി ബ്രേക്ക് ഓട്ടി നിർത്തിയേര്. ഒന്നീന്ന് തുടങ്ങിക്കോ. എന്നിട്ട് ക്ലച്ച് ചെയ്ത് പതുക്കെ കാലെടുത്ത് നിർത്തുക. ആക്സിലേറ്റർ കൊടുക്കരുത്, ക്ലച്ചിൽ തന്നെ ഉരുണ്ടോളൂ. തിരിക്കരുത്, ഇപ്പൊ തിരിക്കരുത്. വണ്ടി കയറണം. കയറിയതിനു ശേഷം തിരിക്കുക. ആള് ഇച്ചിരി തിരക്കുള്ള റോഡാണ്. ഹോൺ അടിച്ച് പതുക്കെ കയറുക. ഞാനുണ്ട് ഇവിടെ ഇരിപ്പുണ്ട്. ഒരു കാരണവശാലും ടെൻഷൻ അടിക്കരുത്. പതുക്കെ ക്ലച്ച് മാത്രം വിട്ടു കൊടുക്കുക. പതുക്കെ ക്ലച്ച് മാത്രം. ആ വണ്ടി ഉരുളുന്ന വേണ്ട. ഹോൺ അടിച്ച് ഇപ്പൊ തിരിക്കരുത്. ഹോൺ അടിക്കും. ഇപ്പൊ തിരിക്കരുത്. തിരിച്ചാ പാർട്ടി ഓഫീസിലോട്ട് പോകും വണ്ടി. തിരിക്കരുത്. നോക്കി. ഇനി തിരിച്ചു കൊടുക്ക്. മതി. ഇനി എന്ത് ചെയ്യണം? കുറേശ്ശെ. ഇപ്പൊ അങ്ങോട്ട് പോരുത്, റൈറ്റ് പോരുത്. നേരെ ആക്കിക്കൂട്. ഒരു ഓട്ടോ വട്ടം വെക്കുന്ന വേണ്ട. ഓക്കെ. ഞാൻ നേരത്തെ ചോദിച്ചു ഒറ്റക്ക് ഓടിക്കുവാന്ന് ചോദിച്ചപ്പോ എന്തുവാ പറഞ്ഞത്? ഇപ്പഴാ സംശയം മാറിയാ? പതുക്കെ ശ്രദ്ധിച്ചു മതി. ഇനി തിരിക്കരുത്. ഇനി എന്ത് ചെയ്യണം? ഇട്ടോ. മറ്റുള്ള വണ്ടിയിൽ നോക്കി ടെൻഷൻ ആക്കരുത് കേട്ടാ. ഞാൻ ആദ്യം പറഞ്ഞ ഒറ്റക്ക് ഓടിക്കാൻ പറഞ്ഞപ്പോ എനിക്കൊരു സംശയമുണ്ട് ഒറ്റക്ക് ഓടിക്കുവാന്നല്ല. ഇനി ഏത് ഗിയർ ഇടണം? ഇട്ടോ. ഇപ്പൊ പഴം പോലെ വീഴുന്ന ഗിയർ അല്ല. മറ്റേത് എന്ത് വരും? ഭയങ്കര ബലം വരുന്നത്. ഇനി ഏത് ഗിയർ ഇടണം? ഇട്ടോ. ജംഗ്ഷനെല്ലാം വരുമ്പോ ശ്രദ്ധിച്ച് നോക്കിയൊക്കെ പോവാം കേട്ടോ. എന്ത് കാരണവശാലും ഒരു തടസ്സം മുന്നിൽ കണ്ടാൽ എവിടെ കാല് വരണം? ബ്രേക്കിൽ കാല് വന്നണം. ബ്രേക്കിൽ കാല് വന്ന് വണ്ടിയുടെ വേഗത കൺട്രോൾ ചെയ്ത ഒരു ഡ്രൈവറാണ്. ബാക്കിയെല്ലാം നമുക്ക് പതുക്കെ പഠിച്ചിട്ട് എടുക്കാൻ പറ്റും. ഇവിടെ വന്നപ്പോ ഇങ്ങനെ ഒരു ചാൻസ് കിട്ടുമെന്ന് ഉറപ്പുണ്ടായതാ? ഒറ്റക്ക് ഓടിക്കാൻ പറ്റുമെന്ന് ഉണ്ടായിരുന്നു. ആ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു ഒറ്റക്ക് ഓടിക്കാൻ പറ്റുമെന്നുള്ള. അങ്ങനെയാ പോയിക്കൊണ്ടിരുന്നത് അല്ല? ഇപ്പൊ ഇത് ഏത് ഗിയറിലാണ് കിടക്കുന്നത്? ഇടുന്ന ഗിയറൊന്നും മറന്നുപോരും. അതാണ് നമുക്ക് വേണ്ടത് ഏറ്റവും കേട്ടോ. നേരത്തെ നമ്മൾ വളയ്ക്കാനായിട്ട് പോയപ്പോ ആ വളവിൽ ചെറിയൊരു കൺഫ്യൂഷൻ കാണിച്ചായിരുന്നു. അത് ഇനി കാണിക്കരുത്. കാരണം പറഞ്ഞാൽ ഞാൻ കൂടെ ഇല്ല. നമുക്ക് ആ പച്ച ബോർഡ് കാണുന്നുണ്ട്, സൈൻ ബോർഡ്. അവിടെ ഒന്ന് ഒതുക്കണം വണ്ടി. ഒതുക്കി നിർത്തിയിട്ട് പിന്നെ നമുക്ക് ഒന്നീന്ന് തുടങ്ങി അങ്ങോട്ട് പോവാം. ഓക്കെ. പച്ച സൈൻ ബോർഡ് കാണാവാ? അവിടെ നിന്ന് ഇച്ചിരി കൂടെ കയറ്റി നിർത്തിയാൽ മതി. ഇച്ചിരി കൂടെ പൊടിക്കും കൂടെ കേട്ടാ. ഇപ്പോഴേ ലെഫ്റ്റ് പിടിക്കരുത്. ബോർഡും കഴിഞ്ഞ് പോട്ടെ. ആ തല്ലി മരവും കഴിഞ്ഞ് ഇച്ചിരി കൂടെ പോട്ടെ. ഇനി റോഡിന്റെ നടുക്ക് നിർത്തരുത്. ഒരുപാട് ചേർന്നും പോരുത്. ക്ലച്ച് ഫുള്ളി ഔട്ടി പതുക്കെ. ബ്രേക്ക് ചവിട്ടുമ്പോ എപ്പോഴും റൈറ്റ് സൈഡ് മിറർ നോക്കണം, വണ്ടി വല്ലതും പുറകിലുണ്ടാന്ന്. അവർക്കൊരു അറിയിപ്പും കൊടുക്കണം നമ്മള് ലെഫ്റ്റ് ഒതുക്കി നിർത്താനായിട്ട് പോവാന്ന്. ഇട്ടിട്ടുണ്ടായിരുന്നല്ല. ഇനി ഏത് ഗിയറി വരണം? ന്യൂട്രലാക്കിയിട്ട് ഫസ്റ്റ് ഇട്ടോ. ഇനി എവിടെ നോക്കണം? ഓക്കെ. അതിനുശേഷം പെട്ടെന്ന് ലെഫ്റ്റിലോട്ട് ഇൻഡിക്കേറ്റർ. കാരണം നമുക്ക് ലെഫ്റ്റ് വളയ്ക്കേണ്ടതാണ്.
ഒരുപാട് ആക്സിലേറ്റർ ഒന്നും കൊടുത്ത് വളയ്ക്കരുത്, കാരണം നമുക്ക് എക്സ്പീരിയൻസ് കുറവാണ്. അപ്പൊ നമുക്ക് പതുക്കെ വളച്ചു പോവാ ആള് കേട്ടാ. ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ടാ, അതിന് ഇട്ടോ ഇട്ടാ. ലെഫ്റ്റ് സൈഡ് മിറർ നോക്കണം കേട്ടാ. അവിടുന്ന് വണ്ടിയെല്ലാം കയറി വരും. ചവിട്ടി ക്ലച്ച് ചവിട്ടി ഇട്. എന്നിട്ട് എന്ത് ചെയ്യണം? റൈറ്റ് മിറർ ആണോ ഇൻഡിക്കേറ്റർ ആണോ? ഓക്കെ. നമ്മളിവിടെ നേരത്തെ നിർത്താനുള്ള കാരണം എന്തായിരുന്നു? അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയാണ് നിർത്തിയത് അല്ല. പോട്ടെ, മുന്നോട്ട് പോട്ടെ. മുന്നോട്ട് പോകുമ്പം സൈഡ് മിറർ നോക്കണം കേട്ടോ. പതുക്കെ പോട്ടെ. ബ്രേക്കിൽ നിന്നെല്ലാം കാലെടുത്തിട്ടുണ്ടല്ലോ. ക്ലച്ചിൽ നിന്ന് എല്ലാം കാലെടുത്താ. ഇപ്പൊ ഫസ്റ്റ് ഗിയറിന്റെ വേഗത കഴിഞ്ഞാ? ഇനി എന്ത് ചെയ്യണം? ഇട്ടോ പോ. ഈ സെക്കൻഡ് ഗിയറിൽ തന്നെ അവിടെ നമുക്ക് വളച്ചങ്ങ് പോയേക്കാം. ലെഫ്റ്റ്. ഇങ്ങോട്ടൊന്നും വന്നിട്ടില്ല ചേച്ചി? അതെ തന്നെ, സാഗര ഹോസ്പിറ്റൽ എന്ന് പറയും. ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ടോ. ഇട്ടാ? ഹോൺ അടിച്ചോ? നോക്കി നോക്കി, ചുമ്മാ വലിച്ചു വെച്ച് തിരിക്കരുത് കേട്ടാ. പതുക്കെ തിരിച്ചേ പോവാ ആള്. ആക്സിലേറ്റർ ചവിട്ടി പിടിക്കരുത്. ക്ലച്ചിന്ന് കാല് എന്നിട്ട് ആ സ്കൂട്ടറിന്റെ അപ്പുറമായിട്ട് ഒതുക്കി നിർത്താം. ഇച്ചിരി കയറ്റി ഒതുക്കി നിർത്തി. ഞാൻ പറ്റ നിർത്തരുത്, കയറ്റി ഒതുക്കി നിർത്തുവോ. ന്യൂട്രലാക്കുക. എങ്ങനെയുണ്ട് താജി? ഉറപ്പാണ്? ഇനി വണ്ടി കിട്ടിയ ഓടിക്കത്തില്ല? ഉറപ്പാണ്? ഹാപ്പിയായി? ഓക്കെ.